ഹലോ സുന്ദരീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആതിരാജിരം ബ്ലോഗ്സ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ്സാക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് 1499 പാർട്ടി വെയർ ആണ് കേട്ടോ. ഫുള്ളായിട്ട് 1499 പാർട്ടി വെയറിൻ്റെ അല്ല, 625 കോട്ടൺ ഫാബ്രിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. അപ്പം പിന്നൊരു കാര്യം കൂടെ പറയുവാണ്, ചെറുതായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. 10,000 പേരൊക്കെ മെമ്പേഴ്സായിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ആ ഒരു ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ലിങ്ക് കിട്ടുന്നില്ല എന്നുള്ളവർ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ 89 43 78 21 92, ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അതായത് നിങ്ങൾ ആ ഒരു നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട്. നിങ്ങളും മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോർവേഡ് ആവും ആ ഒരു മെസ്സേജ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ കയറാവുന്നതാണ്. അപ്പം ഇതാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ബാക്കി കാര്യങ്ങളിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് കോൾ ചെയ്യുകയോ, അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. വാട്സപ്പ് കോൾ മാത്രം ചെയ്യാൻ നോക്കുക. ഡയറക്റ്റ് കോൾ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് ഇത്തിരി പാടുണ്ട്. അതുകൊണ്ടാണ് വാട്സപ്പ് കോൾ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ തിരക്കില്ലാത്ത ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. നമ്മൾ മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും വിത്തിൻ 2 hours തന്നെ. അപ്പം മോർണിംഗ് സെക്ഷൻ എന്ന് പറയുമ്പം ഒരു 10 മണി വരെ ആയിരിക്കും നമ്മൾ ഓൺലൈനിലുണ്ടാവുക. മീൻസ് രാത്രി 10 മണി വരെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം 10 മണിക്ക് ശേഷമുള്ള മെസ്സേജസ് നമ്മൾ പിറ്റേ ദിവസമായിരിക്കും 9 മണി അല്ലെങ്കിൽ 8 മണിക്ക് ശേഷമായിരിക്കും നമ്മൾ മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ ടൈം ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് വിളിക്കരുത്. രാത്രി 10 മണി തൊട്ടിട്ട് മോർണിംഗ് സെക്ഷൻ ഒരു 9 മണി വരെ, 9 AM മോർണിംഗ് സെക്ഷൻ വരെ നിങ്ങൾ മാക്സിമം കോൾസ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ മാക്സിമം കോൾസ് ആ ഒരു ടൈമിൽ അറ്റൻഡ് ചെയ്യാറില്ല. എത്ര വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ അറ്റൻഡ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ നമുക്ക് കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീർത്തിട്ട് വേണമല്ലോ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ മാക്സിമം കോൾ ചെയ്യാതിരിക്കുക. അപ്പം അതിന് ശേഷം നിങ്ങൾക്ക് വിളിക്കാം. 9 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷം ഒക്കെ നിങ്ങൾക്ക് കോൾ വിളിക്കാം. അർജൻറ്റ് കോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. അർജൻറ്റ് അല്ലാത്ത കോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വാട്സപ്പ് മെസ്സേജിലൂടെ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ മെസ്സേജസ് കാര്യങ്ങളൊക്കെ അയക്കും, വെറുതെ ഇരുന്ന് അയക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇരുന്ന് അയക്കുന്ന ആൾക്കാർ ദയവായിട്ട് അയക്കാതിരിക്കുക. കാരണം വെച്ചാൽ നമ്മളിതൊരു ബിസിനസ്സായിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പേഴ്സണൽ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന നമ്പറല്ല. ഇത് നമ്മൾ ഓൺലി ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന നമ്പേഴ്സാണ്. അപ്പം നിങ്ങൾ പേഴ്സണലായിട്ട് എന്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നതാണ്. അപ്പം ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് അങ്ങനെയുള്ള ഫോർവേഡഡ് ആയിട്ടുള്ള മെസ്സേജസ് ഒന്നും നമ്മുടെ ഈ ബിസിനസ് നമ്പറിലോട്ട് വിടരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും മെസ്സേജ് അയക്കാൻ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ മെസ്സേജസ് കാര്യങ്ങളൊന്നും ഫോർവേഡ് ചെയ്യരുത്. മാക്സിമം എന്തെന്ന് അവോയ്ഡ് ചെയ്യുക. പിന്നെ 625 കളക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാസ്സായി പോയെന്ന് തോന്നുന്നു, കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇതാണ് 625 കളക്ഷൻസ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്ത്യ പോസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും. DTDC ആണെന്നുണ്ടെങ്കിൽ ആയിരിക്കും ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത്. ഇന്ത്യ പോസ്റ്റലിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഒരു 20 റുപ്പീസ് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ട് നമ്മൾ ഇന്ത്യ പോസ്റ്റൽ. മാക്സിമം നമ്മൾ DTDC ആണ് വിടുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം. ഇതെല്ലാം തന്നെ 625 ഫ്രീ ഷിപ്പിംഗ് പോകുന്ന അപ്ഡേഷൻസാണ്. പ്രിൻറ്റഡ് കോട്ടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് സ്റ്റോക്കാണ്. കാരണം ഈ സമയത്ത് കുറേ ആൾക്കാർ പ്രിൻറ്റഡ് സ്റ്റോക്ക് മെറ്റീരിയൽസാണ് ചോദിക്കുന്നത്. കാരണം വെച്ചാൽ നല്ല ചൂടാണ്. അപ്പം കോട്ടൺ ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് കംഫർട്ടബിളാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഇന്ന് ആഡ് ചെയ്യുന്നത്. അപ്പം ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ ഇന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ. ടാറ്റാ, ബൈ ബൈ, സീ യു.